ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്ര എന്നത് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. എങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് 14 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഈ നിമിഷം വരെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതിലൊരു കൃത്യമായ വിവരം ഉണ്ടോ? കാണാതായവർ എത്ര പേർ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? മരണസംഖ്യ ഇപ്പോൾ 10 പേരാണ്. അതിൽ 9 പേരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ബോഡി നമുക്ക് വിട്ടുകൊടുക്കാനായി. ഒരു ബോഡി നമുക്ക് DNA ടെസ്റ്റിലൂടെയാണ് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയുക. കുറേയേറെ ശരീര ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റ് നടത്തിയവയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടത് വീണ്ടും DNA ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ ഇപ്പോൾ 10 പേര് മെഡിക്കൽ കോളേജിലുണ്ട്. 2 പേര് എലൈറ്റിലുണ്ടായിരുന്നു. നേരത്തെ 3 പേരെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അതിൽ തന്നെ ഒരു 3 പേരുടെ നില കുറച്ച് ഗുരുതരാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി 6 പേരിപ്പോൾ വാർഡിലാണ് കഴിയുന്നത്. ഏകദേശം 10 കൂടുതൽ പേർ വീടുകളിൽ സേഫായിട്ട് എത്തിയതായിട്ടുള്ള വിവരമുണ്ട്. കുറച്ച് പേര് കൺട്രോൾ റൂമിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നവരെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. DNA പരിശോധനയിലൂടെ കൂടി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ്. ഉണ്ടായിരുന്ന നമ്പർ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. 30 മുതൽ 40 വരെ എന്ന ഒരു പൊതു സംഗതിയിലാണ്. ഇപ്പോൾ 34-35 പേരെ നേരത്തെ പറഞ്ഞ നമ്പറുകളിലായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സാഹചര്യം. തെരച്ചിലവിടെ തുടരുകയാണ്. ശരീര അവശിഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ അവിടെ തുടരുന്നുണ്ട്. നേരത്തെ തൊട്ടടുത്തുള്ള കിണറുകളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ അപ്പുറത്തെ തോട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ക്യൂബ ടീം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചും ഡോഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ്, എല്ലാ വിധത്തിലുള്ള വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ടീമിനെ വെച്ച് അവിടെ 40ഓളം വരുന്ന പോലീസുകാരുടെ ഗാർഡ് ഇപ്പോൾ ആ നിലയിലുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ആർ വേണുഗോപാൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.